വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം പിടിച്ചെടുത്ത കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വീട്ടിൽ നിന്ന് പണക്കൂമ്പാരം, പിന്നാലെ ആഭ്യന്തര അന്വേഷണം ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ശുപാർശ, ഇതിനൊക്കെ എതിരെയാണ് കോടതിയിലേക്ക് പോയത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് യശ്വന്ത് വർമ്മയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് അച്യുതൻ? റിജിത്ത്, ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതിയാണ് ഒരു അന്വേഷണം നടത്തുന്നതും ആ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് അതൊടുവിൽ രാഷ്ട്രപതിക്ക് നൽകുന്നതും. എന്നാൽ ഈ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെതിരെയായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ആഭ്യന്തര അന്വേഷണം നിയമവിരുദ്ധമാണ്, അത് നിയമങ്ങൾ പാലിച്ചല്ല ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു യശ്വന്ത് വർമ്മ കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ ആഭ്യന്തര അന്വേഷണ സമിതി ഈ വീട്ടിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനം സ്വീകരിച്ചു. ഇതെല്ലാം തന്നെ വാദങ്ങളായി ഉന്നയിച്ചു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ വാദം ഉന്നയിക്കുമ്പോഴും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉണ്ടായത്. അന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തി പലതും വിളിച്ചു പറയുന്നുണ്ട്, അതൊരു ആത്മവിശ്വാസം നൽകുന്ന പ്രവൃത്തിയല്ല ഉണ്ടായത് എന്നതായിരുന്നു. ഇന്ന് ഈ ഹർജിയിലായിരുന്നു വിധി പറയാനായി കോടതി മാറ്റിയത്. ആ വിധിയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചാണ് ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ട് ഇതിൽ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ആഭ്യന്തര സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ല, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രധാനമായും 6 കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതെങ്കിലും തരത്തിലൊരു നിയമവിരുദ്ധ സമീപനം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചീഫ് ജസ്റ്റിസിന്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണം നടന്നിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് അയച്ചതുൾപ്പെടെ അത് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അതും നടത്തിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി ആവശ്യം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അച്യുതൻ, ഈ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നീതിപീഠവുമായി ബന്ധപ്പെട്ടൊക്കെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അതിഗുരുതരമായ ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവത്തിലുള്ള അന്വേഷണം ഈ ആഭ്യന്തര സമിതിയുടെ ഭാഗത്ത് നടക്കമുണ്ടായി. അതിനുശേഷമാണ് ഈ യശ്വന്ത് വർമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്കും നടപടി വേണം എന്ന ശുപാർശയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും യശ്വന്ത് വർമ്മ ഉയർത്തിയിരുന്നത് ഈ പണം കണ്ടെത്തുന്ന സമയത്ത് താൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വാദം. മറ്റൊന്ന്, ഈ പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും ഈ തീപിടുത്തം നടക്കുമ്പോഴെത്തിയ അഗ്നിരക്ഷാസേനയുടെയും പ്രതികരണങ്ങളിലുള്ള ചില വൈരുദ്ധ്യങ്ങളായിരുന്നു പിന്നീട് യശ്വന്ത് വർമ്മ ചൂണ്ടിക്കാട്ടിയത്. ഇതിനൊക്കെ ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിരൂക്ഷമായ വിമർശനമാണല്ലോ കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് അച്യുതൻ. തീർച്ചയായിട്ടും രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഈ പണം കണ്ടെത്തുന്ന സമയത്ത് താൻ ആ വസതിയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഔട്ട് ഹൗസിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയത്. അതെത്ര തുകയുണ്ട് എന്നത് ഇപ്പോഴും തീരുമാനിച്ച് അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇതിൻ്റെ വാദമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ഈ ഹർജിയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് രൂക്ഷ വിമർശനമാണ്. അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പ്രവൃത്തി അത് ജുഡീഷ്യൽ സംവിധാനത്തെ ആകെ ചോദ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ആ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. അതൊരു ആത്മവിശ്വാസം നൽകുന്നതല്ല എന്ന വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിയായ ഒരു പ്രവൃത്തിയല്ല ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ ഉൾപ്പെടെ കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആഭ്യന്തര അന്വേഷണം ഭരണഘടനാപരമല്ലെങ്കിൽ ആ ഘട്ടത്തിൽ, അതായത് ഈ ആഭ്യന്തര അന്വേഷണം നടന്ന സമയത്ത് എന്തുകൊണ്ട് ആ സമയത്ത് സുപ്രീം കോടതിയെ സമീപിച്ചില്ല എന്നത് പ്രധാനമായും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് ചോദിക്കുകയുണ്ടായി. ആഭ്യന്തര അന്വേഷണത്തിൽ താങ്കൾ വിശ്വാസം അർപ്പിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ആ അന്വേഷണവുമായി സഹകരിച്ചു എന്ന് ചോദിച്ചു. ക്ഷമിക്കണം. അതിനുശേഷമാണ് ഈ റിപ്പോർട്ടിന്മേൽ ഒരു ഹർജിയുമായി യശ്വന്ത് വർമ്മ സമീപിക്കുന്നത്. എന്തായാലും നിലവിലെ 6 ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഹർജി തള്ളിയിരിക്കുന്നു. ഇംപീച്ച്മെന്റിന് തടസ്സമില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്ന ആവശ്യമായിരുന്നു സുപ്രീം കോടതിയിൽ യശ്വന്ത് വർമ്മ ഉന്നയിച്ചതെങ്കിൽ ആ ആവശ്യം പൂർണ്ണമായി തള്ളുകയാണ് സുപ്രീം കോടതി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്.